ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, കോലഞ്ചേരി പള്ളിപ്പെരുന്നാളിനാണ്. നമ്മുടെ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പള്ളിപ്പെരുന്നാളാണ് കോലഞ്ചേരി നടക്കുന്നത്. അപ്പോൾ നമ്മൾ കോലഞ്ചേരി പള്ളിപ്പെരുന്നാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് പള്ളി അലങ്കരിച്ചിരിക്കുന്നതും പള്ളിയുടെ ചുറ്റുമുള്ള കടകളും എല്ലാം. ഇതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ് നമുക്കെല്ലാവർക്കും. കാരണം പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് എന്നും ഒരു മനസ്സിന് ഒരു വളരെ കുളിർമ നൽകുന്ന ഒന്നാണ്. എല്ലാവരും ഒത്തുകൂടുന്നു, എല്ലാവരുമായിട്ട് പള്ളിയിൽ എല്ലാവരെയും കാണുന്നു, വൈകിട്ട് പരിപാടികൾ പങ്കെടുക്കുന്നു, നമുക്ക് കളിപ്പാട്ടങ്ങൾ മേടിക്കുന്നു. പണ്ട് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ മേടിക്കാൻ വേണ്ടി കരഞ്ഞും പിഴിഞ്ഞും നടന്നു. ഇപ്പോൾ കളിപ്പാട്ടങ്ങളുടെ പ്രായം കഴിഞ്ഞു. അങ്ങനെ ഈ കാണുന്നതാണ് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് പള്ളി. മനോഹരമായ തന്നെ പള്ളിയാണ് ഇത്. 7-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. അങ്ങനെ 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ പള്ളിയാണിത്. ഇതിൻ്റെ കൊത്തുപണികളെല്ലാം വളരെയധികം പേര് കേട്ടത് തന്നെയാണ്. കാരണം വളരെ മനോഹരമായി തന്നെയാണ് ഇതിൻ്റെ കൊത്തുപണികൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് പള്ളി. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത്, ഇത് സഭാപ്രശ്നം മൂലം രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഓർത്തഡോക്സ് പള്ളിയാണ്. നേരത്തെ യാക്കോബായ ഓർത്തഡോക്സ് ആയിരുന്നു. ഇത് സഭാപ്രശ്നം മൂലം കോടതി വിധിയുടെ ഫലമായി ഓർത്തഡോക്സുകാർക്ക് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് താഴത്തെ പള്ളിയായ യാക്കോബായ പള്ളിയാണ്. അതായത് കോലഞ്ചേരി യാക്കോബായരുടെ പള്ളിയാണ്. അത് തൊട്ട് താഴെ തന്നെയാണ് യാക്കോബായ പള്ളി. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം എന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ആ പള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പള്ളി എത്താറായി. തൊട്ട് താഴെ തന്നെയാണ് പള്ളി. അവിടെ പുതിയ പള്ളിയുടെ പണി നടക്കുകയാണ്. വളരെ വലിയൊരു പള്ളിയാണ് ഇപ്പോൾ പണിയുന്നത്. കാരണം ഇതാണ് യാക്കോബായ പള്ളിയുടെ ജസ്റ്റ് ഒരു ചാപ്പൽ പോലെ പണിതിരിക്കുന്നത്. അവർക്ക് ആ പള്ളി നഷ്ടപ്പെട്ടപ്പോൾ പണിതതാണ് ഈ പള്ളി. അങ്ങനെ നമ്മൾ ആദ്യം യാക്കോബായ പള്ളിയിലേക്കാണ് കയറുന്നത്. ഇത് വലിയൊരു പള്ളി പണിയുന്നുണ്ട്. അടുത്ത പെരുന്നാളിനാകുമ്പോഴേക്കും പള്ളി ആകുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഇടവക്കാർ കൂടുതലുള്ളതാണ് യാക്കോബായക്കാർക്ക്. പക്ഷേ ഓർത്തഡോക്സുകാർക്ക് ഇടവക കുറവാണെങ്കിലും പള്ളി അവർക്കാണ്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയാണ് കുർബാന നടത്തുന്നത്. കാരണം പള്ളി പണി നടക്കുന്നത് കൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ കുർബാന നടക്കുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. ആദംസ് ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത്. കാരണം ആദംസ് ഇങ്ങനെ പെരുന്നാളിലൊന്നും ഈ പള്ളിയിൽ വന്നിട്ടില്ല. ഞാൻ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ആദംസ് ആദ്യമായിട്ടാണ്. കൂടെ നമ്മുടെ ഇവാനുമുണ്ട്. ഇവാനും ആദ്യമായിട്ടാണ് പള്ളിയിൽ. ഇവാൻ പലവട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലെ സ്ലീഹന്മാരുടെ പടങ്ങളൊക്കെ കണ്ട് നമ്മൾ അതിമനോഹരമായിരുന്നു കേട്ടോ ഈ പിക്ചർ. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് രാത്രി പ്രദക്ഷിണത്തിനുള്ള പൊൻകുരിശകളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പ്രദക്ഷിണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇനി മെഴുകുതിരി കത്തിക്കാനായിട്ടാണ് പോയത്. മെഴുകുതിരി മേടിച്ചു. അങ്ങനെ മെഴുകുതിരി കത്തിക്കുകയാണ്. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിനി പോകുന്നത് നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. വളരെ മനോഹരമായ പള്ളിയാണ് ഈ കോലഞ്ചേരി പള്ളി. കോലഞ്ചേരി പള്ളി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയണേ, വളരെയധികം വിശ്വാസവും വളരെയധികം പ്രാർത്ഥനയും വളരെയധികം കഷ്ടപ്പാടും അങ്ങനത്തെ ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ പെരുന്നാളിൻ്റെ ഒന്നും മഴ ഒരിക്കലും നിൽക്കുകയില്ല. കനത്ത മഴയായിരിക്കുമെന്നാണ് വിശ്വാസം. അത് അങ്ങനെ തന്നെയുണ്ട്. നല്ല മഴയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയും പോലെ പകൽ ആളുകൾ കുറവാണോ എന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ആളുകൾ മഴ ഇത്രയും ഇതായിട്ട് നിന്നുകൊണ്ടായിരിക്കാം. പിന്നെ തൊട്ടടുത്ത കോളേജും സ്കൂളുകളും ഉള്ളതുകൊണ്ട് അവിടുത്തെ പിള്ളേരുകൾ എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാവും. അത് പണ്ട് മുതലുള്ളതാണ്. പള്ളിപ്പെരുന്നാളായി കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ആഘോഷം തന്നെയാണ്. അതിനുള്ള എല്ലാം കാണാമല്ലോ. ഇത് ഒരാഴ്ചത്തോളം നീക്കുമെന്നാണ് എനിക്കറിയുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ്. ഇതിൽ എടുത്തു പറയുന്നത് എൻ്റെ പള്ളിയുടെ കൊത്തുപണികൾ തന്നെയാണ്. അത് കണ്ടാലേ നമുക്ക് മനസ്സിലാവൂ. അതിമനോഹരമാണ് ഈ പള്ളിയുടെ കൊത്തുപണികൾ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറുകയാണ്. ഇനി പള്ളിയുടെ അകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം.
അതിമനോഹരമാണ് പള്ളിയുടെ അകം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പള്ളിയുടെ അകത്ത് വരുമ്പോൾ തന്നെ. ഒരുപാട് നാനാജാതി ജനങ്ങളാണ് ഈ പള്ളിയിൽ വരുന്നത് പ്രാർത്ഥിച്ച്. കാരണം വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 7-ാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ ജാതി ഇടവക്കാരും എല്ലാ ജാതികളും എല്ലാ എല്ലാ മതസ്ഥരും ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം നേടാറുണ്ട്. അങ്ങനെ നമ്മളും പള്ളിയിലേക്ക് കയറി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദം ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് പോലും അറിയത്തില്ല. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് പള്ളിയുടെ അകത്ത്. പുള്ളി വലിയ ഫാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒച്ചപ്പാട് എന്താ പറയുക, നല്ല സൗണ്ടൊക്കെ എടുത്തു. എന്നാലും വളരെ മനോഹരമാണ് പള്ളി. നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവനും കൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങളിനി പുറത്തായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇതിന്ന് രാത്രിയാണ് പ്രവർത്തിക്കുന്നത്. നല്ല മഴയാണ്. ഇതിൻ്റെയൊക്കെ എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇത്രയും മഴയത്ത് ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരാഴ്ചത്തോളം ഇവിടെ ഉത്സവം തന്നെയാണ് ശരിക്കും. കോലഞ്ചേരി പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. ഇത് അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. അതുകൂടാതെ ഇവിടുത്തെ ആദമിന് എത്രയും വേഗം ടോയ്സ് മേടിക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷേ തൽക്കാലം ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വന്നിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ശരിയാവുമല്ലോ. അവന് അങ്ങനെ സ്ട്രോബെറിയും ഇവാന് ബട്ടർ സ്കോച്ചുമാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും അത് കഴിച്ചു. അങ്ങനെ പണ്ട് കാർന്നോമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോലഞ്ചേരി പള്ളിപ്പെരുന്നാളിന് കട്ടിലടക്കം ഇങ്ങനെ വരുമായിരുന്നു എന്ന്. എല്ലാം അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇങ്ങനെ പച്ചക്കറി ചെടികളും എല്ലാം ഒരുപാട് വന്നിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഒരുപാട് കടകളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ടോയ്സ് കടകളും എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് തന്നെ പറയാം ഇവിടെ. കാരണം നമ്മുടെ വാച്ച് എന്ത് വേണം എല്ലാ സാധനവും ഇവിടെ കിട്ടും. നല്ലൊരു ഡ്രസ്സ് അടക്കം എല്ലാം ഇവിടെ വന്ന് കിട്ടും. അപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഇവിടെ. കാരണം എല്ലായിടത്തും ആളുകൾ വരും. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ തീരെ കുറവ്. ആദമിനൊരു വാച്ചാണ് പുള്ളിയുടെ കണ്ണിൽപ്പെട്ടത്. പുള്ളിക്ക് വാച്ചുണ്ട്, പക്ഷേ സ്മാർട്ട് വാച്ച് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഒരു സാധാരണ വാച്ച് വേണമെന്ന് പറഞ്ഞാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി അങ്ങനെ പിടിച്ചതെല്ലാം സ്മാർട്ട് വാച്ച് പോലത്തെ ടൈപ്പാണ്. അവസാനം പുള്ളി അത് എന്തോ വലിയ വാച്ചുകളിൽ നിന്ന് അവസാനമാകുന്ന പുള്ളി ഒരു ചെറിയ വാച്ചിൽ തന്നെ പിടിച്ചു. കാരണം പുള്ളിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി ഒരു വാച്ച് സെലക്ട് ചെയ്ത് പുള്ളി അത് വാങ്ങിച്ചു. പുള്ളി വളരെ ഹാപ്പിയാണ്. കാരണം പുള്ളിയുടെ വാച്ചിൽ ഒരിക്കലും സമയം ശരിയാവാറില്ല. ഇപ്പോഴാണ് സമയം കറക്റ്റായത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ കോലഞ്ചേരി പള്ളിപ്പെരുന്നാളിൻ്റെ പകൽ വിശേഷങ്ങളുമായി ഞങ്ങളിതാ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇനി പുതിയ നൈറ്റ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഓരോ ഒരുപാട് കടകളാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അടുത്ത വരവിൽ കുറച്ചും കൂടി സാധനം മേടിക്കണമെന്നാണ് ആദംസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെ കോലഞ്ചേരി പള്ളിപ്പെരുന്നാൾ പകൽ വിശേഷങ്ങളും അവസാനിക്കുന്നു. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോകുന്ന നേരെ അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ മെയിൻ കുരിശ് കോലഞ്ചേരി പള്ളിയുടെ വലിയൊരു കുരിശാണ്. കോലഞ്ചേരി എന്ന നഗരത്തിൻ്റെ അതിനൊരു എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ കുരിശാണ്. അങ്ങനെ നമ്മുടെ കോലഞ്ചേരി പള്ളിയിലെ വലിയ കുരിശ് നമ്മുടെ ടൗണിൻ്റെ നടുവിലുള്ള കുരിശാണിത്. അങ്ങനെ പിന്നീട് നമ്മൾ പോയത് നമ്മുടെ ഹോസ്പിറ്റൽ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അതും പള്ളിയുടെ വക തന്നെയാണ്. അങ്ങനെ ഇത് പള്ളിയുടെ മറ്റൊരു കുരിശാണ്. അങ്ങനെ എല്ലാം ഞങ്ങൾ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.